ഹായ് ഫ്രണ്ട്സ്, സ്റ്റിച്ച് ആൻഡ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തയ്യൽ മെഷീൻ എങ്ങനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്നും എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നും നോക്കാം. അപ്പോൾ മെഷീൻ നന്നായിട്ട് സൂക്ഷിക്കുകയെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് കൂടുതൽ പെർഫെക്റ്റ് ആവും. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഡസ്റ്റ് ക്ലീനിങ് ആണ്. അതായത് നമ്മൾ എത്ര നന്നായി സൂക്ഷിക്കണവരായാലും നമ്മൾ സ്റ്റിച്ച് ചെയ്യണേറ്റ് മുന്നേയായിട്ട് ജസ്റ്റ് തയ്യൽ മെഷീനൊക്കെ ഒന്ന് തുടച്ചൊന്ന് ഇതാക്കാം. അത് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു കവറിട്ടൊന്ന് മൂടാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് നീഡിലിൻ്റെ ഏരിയയൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക. ഇതുപോലെ ഈ സ്ക്രൂ അഴിച്ചിട്ട് നമുക്ക് ആ പ്ലേറ്റ് ഇങ്ങോട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ പ്രഷർ ഫുട്ട് പൊന്തിച്ചിട്ട് വേണം നമ്മൾ ആ പ്ലേറ്റ് ഊരിയെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നൂലിൻ്റെ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുണ്ടെങ്കിൽ സ്റ്റിച്ച് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. പിന്നെ നമ്മൾ അടുത്തത് ചെയ്യേണ്ടതാണ് ബോബിൻ കേസ്. ബോബിൻ ഇടുന്ന സ്ഥലത്ത് ഈ ഏരിയയിലൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഓയിൽ ചെയ്ത് കൊടുക്കുക ആ ഏരിയയിലൊക്കെ. അത് നമ്മൾ ഇടയ്ക്കെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബോബിൻ കേസ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ നൂലിൻ്റെ ചെറിയ ചെറിയ പൊടിയൊക്കെ ഇതായിട്ട് ഇങ്ങനെ കട്ട പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും വേസ്റ്റായിട്ട്. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഓയിലിങ്. നമ്മൾ ഇടയ്ക്കെങ്കിലും ഒരു 10-15 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഓയിൽ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതലായിട്ടൊന്നും വേണ്ട, ജസ്റ്റ് 1 ഡ്രോപ്സൊക്കെ മതിയായിരിക്കും. അപ്പോൾ നമ്മളിതുപോലെ എല്ലായിടത്തും ഓയിൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചെറിയ ഹോള് കാണും, അവിടെ ഇങ്ങനെ ഓരോ ഡ്രോപ്പ് വീതം ഇതാക്കിയാൽ മതിയാവും. അതുപോലെ തന്നെ ഇതുപോലെ താഴെ ഉണ്ടാവും, അവിടെയും നമ്മളിതുപോലെ ഓയിൽ ചെയ്ത് കൊടുക്കുക. ഓയിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മെയിൻ തുണിയിൽ തയ്ക്കണേറ്റ് മുന്നേയായിട്ട് ഒരു പഴയ തുണിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ഈ തുണിയിലായിക്കോളും. ഓയിലിങ് നമ്മൾ മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കൽ പോലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. എന്നെങ്കിലാണ് നമ്മുടെ മെഷീൻ കൂടുതൽ കാലം നല്ല സൂപ്പറായിട്ട് പ്രവർത്തിക്കുള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീഡിൽ ചേഞ്ച്, അതിൻ്റെ മെയിൻ്റനൻസും. അതായത് നമ്മൾ കൂടുതൽ കാലം നമ്മൾ ഒരേ സൂചി തന്നെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിന് തുണീനെ അത് ബാധിക്കുക. അതായത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണി എന്തെങ്കിലും ഡാമേജ് വരാം, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ഇതുപോലെ ബെൻഡായിട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള നീഡിലാണെന്ന് വെച്ചാൽ നമ്മൾ അത് മാറ്റി കൊടുക്കുക. പിന്നെ പഴയ നീഡിലാണെന്ന് വെച്ചാലും അത് നമ്മൾ മാറ്റി കൊടുക്കുക. അപ്പോൾ നീഡിൽ ചേഞ്ച് ചെയ്യണ വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം കൂടി ഇതാക്കിയാൽ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടിപ്പോവും, അത് കാരണമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക നമ്മൾ. പിന്നെ നമ്മൾ ബെൻഡായിട്ടുള്ളതൊക്കെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ആ ഹോളിൽ കൂടെ കിടക്കുമ്പോൾ നമ്മൾ ത്രെഡ് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പഴയ നീഡിൽ മാറ്റാൻ പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ തയ്യൽ മെഷീന് എന്തെങ്കിലും കവറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് പ്രോപ്പറായിട്ട് കവർ ചെയ്ത് നമ്മൾ സൂക്ഷിക്കുക. അത് നമ്മളെ തയ്യൽ മെഷീനിൽ അധികം പൊടി അടിക്കാണ്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓയിൽ ചെയ്ത് കൊടുക്കുക, നമ്മൾ ഹാൻഡ് വീലിൻ്റെ അവിടെയും കൂടിയും ഓയിൽ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അത് നമ്മുടെ ഹാൻഡ് വീല് സ്മൂത്തായിട്ട് കറങ്ങാനായിട്ടും സ്റ്റക്ക് ആവാണ്ടിരിക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ നമ്മൾ കുറേ നാൾ സ്റ്റിച്ച് ചെയ്തില്ല എന്ന് വിചാരിക്കുക, എന്നാലും ഇടയ്ക്ക് ഹാൻഡ് വീലിൻ്റെ അവിടെ ഓയിൽ ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ വീല് സ്റ്റക്ക് ആവാണ്ടിരിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ ടെൻഷൻ. നൂല് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ അധികം ടൈറ്റ് ആവാനും പാടില്ല, എന്നാൽ ലൂസ് ആവാനും പാടില്ല. അപ്പോൾ ഇതുപോലെ ഒരു തുണിയിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കുമ്പോൾ സ്റ്റിച്ച് സ്കിപ്പായി പോകുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തയ്ച്ച് നോക്കുകയാണ്. അപ്പോൾ തുണി ഇതുപോലെ വലിയ സ്റ്റിച്ച് സ്കിപ്പായി പോകുന്നുണ്ട്. അപ്പോൾ അത് ടെൻഷനിൽ വരുന്ന പ്രശ്നം കൊണ്ടാണ് വരുന്നത്. കണ്ടോ, സ്റ്റിച്ച് സ്കിപ്പായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടെൻഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നൂലിങ്ങനെ പതുക്കെ വലിക്കുമ്പോൾ അധികം ടൈറ്റ് ആവാനും പാടില്ല, എന്നാൽ ഭയങ്കര ലൂസായിട്ട് വരാനും പാടില്ല. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ലൂസാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നൂല് നമ്മൾ പതുക്കെ ഒന്നിങ്ങനെ വലിച്ച് നോക്കാം.
അപ്പോൾ വലിക്കുമ്പോൾ പറഞ്ഞ പോലെ ടൈറ്റ് അധികം ഇങ്ങനെ ഭയങ്കരമായിട്ട് വലിക്കുമ്പോൾ അങ്ങനെ കിട്ടണ ഇതാവും പാടില്ല. എന്നാൽ പെട്ടെന്ന് ഇങ്ങനെ ലൂസായിട്ട് വരുന്ന ടൈപ്പ് ആവാനും പാടില്ല. അതിൻ്റെ ഒരു മീഡിയത്തിൽ നിൽക്കണം. അപ്പോൾ ടെൻഷൻ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ഭാഗമാണ് കാണുന്നത്. അപ്പോൾ സ്റ്റിച്ച് സ്കിപ്പായി പോന്നിട്ടുണ്ട്. രണ്ടാമത് സ്റ്റിച്ച് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ബോബിൻ്റെ ടെൻഷനും ടോപ്പിലെ ടെൻഷനും ബാലൻസായിട്ട് വരണം. എന്നെങ്കിലാണ് നമ്മുടെ സ്റ്റിച്ച് കറക്റ്റായിട്ട് വരുള്ളൂ. തയ്യൽ മെഷീൻ്റെ മെയിൻ്റനൻസിന് നമ്മുടെ കയ്യിൽ അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് ചെറിയ ബ്രഷ്. അത് നമ്മുടെ പഴയ മേക്കപ്പ് ബ്രഷോ അല്ലെങ്കിൽ പെയിൻറ്റിങ് ബ്രഷോ ഏതായാലും കുഴപ്പമില്ല. അത് നമ്മൾ ബോബിൻ ഏരിയ, പിന്നെ ഫീഡ് ഡോഗിൻ്റെ ഏരിയ, സൂചിയുടെ ഭാഗം അവിടെയൊക്കെയാണ് മെയിനായിട്ട് ക്ലീൻ ചെയ്യേണ്ടത്. പിന്നെ ഓയിലും ഒരു സ്ക്രൂ ഡ്രൈവറും വേണം. ബോബിനിൽ പിന്നെ നമ്മൾ നൂല് ചുറ്റുമ്പോൾ ഭയങ്കര സ്പീഡിൽ ചുറ്റാണ്ട് സ്ലോ ആയിട്ട് ചുറ്റുക. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് നൂല് ചുറ്റി കിട്ടും. അത് നമ്മുടെ സ്റ്റിച്ച് നല്ല പെർഫെക്റ്റ് ആവാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ മോട്ടറൊക്കെ ഉപയോഗിക്കണവരാണെന്ന് വെച്ചാൽ ആ ഭാഗം ചൂടാകുന്നുണ്ടോ എന്ന് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഇലക്ട്രീഷ്യനെ കൊണ്ട് പരിശോധിക്കാനും ശ്രദ്ധിക്കാം. മന്തിൽ ഒരു വട്ടെങ്കിലും ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പഴയ തുണിയിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം, സ്റ്റിച്ചൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ തയ്യൽ മെഷീന് കൂടുതൽ കാലം പുത്തനായിട്ട് തന്നെ പ്രവർത്തിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും സ്റ്റിച്ച് ആൻഡ് സ്റ്റൈൽ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.